കലിയുഗ വരദനായ ശ്രീ അയ്യപ്പനെക്കുറിച്ചാണ് ക്ഷേത്ര ഐതിഹ്യ വിഭാഗത്തിൽ ഇന്ന് പ്രതിപാദിക്കുന്നത്. ശബരിമല ശ്രീ അയ്യപ്പൻ. അയ്യപ്പനും ധർമ്മശാസ്താവും ഒരാളാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ പുരാണ കഥയിലേക്ക് കടക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അതിലേക്ക് കൊണ്ടുപോകുന്നു. വളരെ സത്യനിഷ്ഠനും ധർമ്മജ്ഞനുമായിരുന്ന മാണ്ഡവ്യൻ എന്ന താപസൻ ഒരിക്കൽ ആശ്രമ അങ്കണത്തിലുള്ള മരത്തിൻ്റെ ചുവട്ടിൽ മൗനവ്രതത്തോടെ തപസ്സിൽ മുഴുകി. ആ സമയത്ത് കുറേ കൊള്ളക്കാർ കൊള്ളമുതലുമായി അവിടെ എത്തി. രാജഭടന്മാർ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. കൊള്ളക്കാർ തൊണ്ടിമുതലുമായി ആശ്രമത്തിനുള്ളിൽ അഭയം തേടി. ഭടന്മാർ മാണ്ഡവ്യനോട് ചോദിച്ചു, കൊള്ളക്കാർ ഏതു വഴിക്ക് പോയി? വേഗം പറയൂ. മൗനവ്രതത്തിലായിരുന്ന മാണ്ഡവ്യൻ മറുപടി പറഞ്ഞില്ല. ഭടന്മാർ ആശ്രമത്തിനുള്ളിൽ കടന്ന് പരിശോധിച്ചു. കൊള്ളക്കാരെ പിടികൂടി. കൊള്ളമുതൽ കണ്ടെടുത്തു. ഭടന്മാർ മാണ്ഡവ്യനെ പിടിച്ചുകൊണ്ടുവന്ന് മഹാരാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി. വിചാരണയ്ക്ക് ശേഷം രാജാവ് എല്ലാവരെയും ശൂലത്തിലേറ്റാൻ വിധിച്ചു. അങ്ങനെ മാണ്ഡവ്യൻ കൊള്ളക്കാരോടൊപ്പം ശൂലത്തിൽ കുരുങ്ങിക്കിടന്നു. തെല്ലകലെയായി ഉഗ്രശ്രവസ് എന്നൊരു മഹർഷി പത്നി ശീലാവതിയുമൊത്ത് പാർത്തിരുന്നു. ഭാര്യയുടെ ചാരിത്രനിഷ്ഠ പരീക്ഷിക്കാനായി ഉഗ്രശ്രവസ് തപോബലം കൊണ്ട് ഒരു കുഷ്ഠരോഗിയായി മാറി. ശീലാവതി കുഷ്ഠരോഗിയായ ഭർത്താവിനെ സ്നേഹപൂർവ്വം പരിചരിച്ചു. ഭിക്ഷാടനമായിരുന്നു ഉപജീവന ഉപായം. ശീലാവതി ഭർത്താവിനെ തോളിലിരുത്തിക്കൊണ്ട് ബ്രാഹ്മണ ഭവനങ്ങളിൽ ഭിക്ഷ തേടാൻ നടന്നു. ഒരിക്കൽ അവർ നഗരത്തിലുള്ള ഒരു മാളികയുടെ മുന്നിലെത്തി. മാളികയിൽ നിന്ന് ഒഴുകിപ്പടർന്നിരുന്ന വെള്ളം പാതയിലൂടെ ഒലിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട ശീലാവതി മാളികയിൽ നിന്ന് അകന്നു മാറി മറ്റൊരു തെരുവിലൂടെ നടന്നു. വസതിയിലെത്തിയപ്പോൾ മുനി പത്നിയോട് ആ വിധം വഴിമാറിപ്പോയതിൻ്റെ കാരണമാരാഞ്ഞു. ആ വെൺമാളിക ഒരു വേശ്യാഗൃഹമാണെന്നും അവിടെ നിന്ന് ഒഴുകി വരുന്ന മലിനജലത്തിൽ ചവിട്ടുന്നതുപോലും പാപമാണെന്നും അതുകൊണ്ടാണ് വഴിമാറി നടന്നതെന്നും ശീലാവതി അറിയിച്ചു. ആ വിവരണങ്ങൾ കേട്ടതോടെ മുനിക്ക് ആ വേശ്യാഗൃഹം സന്ദർശിക്കണമെന്ന മോഹമുദിച്ചു. തനിയെ എഴുന്നേറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാത്ത ഭർത്താവിനെ താങ്ങിയെടുത്ത് വേശ്യാ വീട്ടിലേക്ക് ആ പതിവ്രത പോകാൻ സന്നദ്ധയായി. ശൂലത്തിൽ കിടന്നിരുന്ന മാണ്ഡവ്യ മഹർഷിയുടെ അരികിലൂടെയായിരുന്നു യാത്ര. ഉഗ്രശ്രവസ് മാണ്ഡവ്യനെ പരിഹസിച്ചു പലതും പറഞ്ഞു. ശൂലമുനയിൽ തറഞ്ഞു കിടന്നിരുന്ന മാണ്ഡവ്യൻ അത് കേട്ട് കുപിതനായി ഉഗ്രശ്രവസിനെ ശപിച്ചു. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഉഗ്രശ്രവസിൻ്റെ തലപൊട്ടി മരിക്കട്ടെ എന്നായിരുന്നു ശാപം. ശാപം കേട്ട് ശീലാവതി വളരെ ദുഃഖിച്ചു. സൂര്യൻ ഉദിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് തലപൊട്ടി മരിക്കും, താൻ വിധവയാകും. ഓർക്കുംതോറും അവളുടെ ദുഃഖം പെരുകി. താപസവാക്യം അസത്യമാവുകയില്ല എന്നു കരുതി ശീലാവതി സ്വന്തം പാതിവൃത്യ ശക്തിയെ അവലംബിച്ച് നാളെ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന് പ്രതിശാപം ഉച്ചരിച്ചു. ആ രാത്രി ഒടുങ്ങിയില്ല. സൂര്യൻ ഉദിച്ചില്ല. ലോകമാകെ ഇരുട്ടിലാണ്ട് കിടന്നു. ദേവന്മാർ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു. ബ്രഹ്മദേവൻ ദേവന്മാരെ കൂട്ടി ശ്രീ പരമേശ്വരനെ കണ്ടു സങ്കടമുണർത്തിച്ചു. അവിടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. എല്ലാവരും ചേർന്ന് വൈകുണ്ഠത്തിലെത്തി. ലോകരക്ഷകനായ മഹാവിഷ്ണുവിൻ്റെ കാൽക്കൽ വീണു. ത്രിമൂർത്തികൾ കൂടിച്ചേർന്ന് ആലോചിച്ചു. പ്രശ്നം ഉടനെ പരിഹരിക്കാമെന്ന് ദേവന്മാർക്ക് ഉറപ്പുകൊടുത്തു. അനന്തരം ത്രിമൂർത്തികൾ അനസൂയയെ കൂട്ടിക്കൊണ്ട് ശീലാവതിയുടെ മുന്നിലെത്തി. സൂര്യൻ ഉദിക്കുന്നത് കൊണ്ട് ഉഗ്രശ്രവസിന് ജീവഹാനി സംഭവിക്കുകയില്ലെന്നു ത്രിമൂർത്തികൾ ശീലാവതിക്ക് ഉറപ്പുകൊടുത്തു. അനസൂയയുടെ അനുരഞ്ജന ശ്രമം വിജയിച്ചു. ശീലാവതി ശാപം പിൻവലിച്ചു. ഈ കഠിന ശ്രമത്തിൽ സഹായിച്ചതുകൊണ്ട് അനസൂയയ്ക്ക് ഒരു വരം നൽകാൻ ത്രിമൂർത്തികൾ സന്നദ്ധരായി. ത്രിമൂർത്തികൾ പുത്രന്മാരായി അവതരിക്കണമെന്ന് അനസൂയ അപേക്ഷിച്ചു. ആ അപേക്ഷ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അംഗീകരിച്ചു. ബ്രഹ്മാവിൻ്റെ അംശം ചന്ദ്രനായും മഹാവിഷ്ണുവിൻ്റെ അംശം ദത്താത്രേയനായും ശ്രീ പരമേശ്വരൻ്റെ അംശം ദുർവാസാവായും അനസൂയയിൽ പുത്രന്മാരായി അവതരിച്ചു. തത്വജ്ഞാനിയായ ഗാലവൻ എന്ന മഹർഷിയുടെ പുത്രിയായ ലീല എന്നൊരു ബാലികയുണ്ടായിരുന്നു. മഹാവിഷ്ണുവിൻ്റെ അംശമായ ദത്താത്രേയന് തുണയാകാൻ ലക്ഷ്മീദേവിയുടെ അംശമായി പിറന്നവളായിരുന്നു ലീല.
ഗാലവ മഹർഷി സ്വപുത്രിയെ ദത്താത്രേയന് വിവാഹം ചെയ്തു കൊടുത്തു. ആ ദാമ്പത്യം ദീർഘകാലം നിലനിന്നു. ഒടുവിൽ ലൗകികമായ സുഖഭോഗങ്ങളിൽ ദത്താത്രേയന് വിരക്തിയുണ്ടായി. അദ്ദേഹം തപശ്ചര്യയിലൂടെ വിഷ്ണു സായുജ്യം നേടാൻ ആഗ്രഹിച്ചു. പക്ഷേ പത്നിയായ ലീലയ്ക്ക് ജീവിത വിരക്തി വന്നിരുന്നില്ല. ദത്താത്രേയൻ്റെ തീരുമാനം കേട്ടറിഞ്ഞ അവർ ഭർത്താവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നാഥ, ഞാൻ അങ്ങയുടെ മഹിഷിയാണ്. അങ്ങയെ കൂടാതെ ജീവിതം എനിക്ക് നിഷ്പ്രയോജനമാണ്. അങ്ങ് ഈ മഹിഷിയെ ഉപേക്ഷിക്കരുത്. ഇത്രനാളും ഒരു ദാസിയെപ്പോലെ പരിചരിച്ച ഈ മഹിഷിയുടെ നേർക്ക് അങ്ങ് ദയവ് കാട്ടണം. ഈ ജീവിതകാലം മുഴുവൻ അങ്ങയോടൊത്ത് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദത്താത്രേയൻ പറഞ്ഞു, ലീലേ, ഈ രൂപസൗഭാഗ്യവും യൗവനത്തിൻ്റെ തിമിർപ്പുമെല്ലാം നശ്വരമാണ്. ഇവയൊന്നും ബുദ്ധിമാന്മാർ മോഹിക്കാറില്ല. സച്ചിദാനന്ദ സ്വരൂപത്തിലാണ് നിത്യമായ ആനന്ദം. അത് നേടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദത്താത്രേയൻ്റെ തത്വോപദേശങ്ങൾ ലീലയിൽ ഫലിച്ചില്ല. അവൾ ഭർത്താവിനെ വിട്ടുപോകാൻ വിമുഖത കാട്ടി. താൻ മഹിഷിയാണെന്ന് പലവരും പറഞ്ഞ പത്നിയുടെ നേർക്ക് കുപിതനായ ദത്താത്രേയൻ ഗതികെട്ടി ഇങ്ങനെ ശപിച്ചു, മഹിഷി മഹിഷി എന്നു പറഞ്ഞ് എന്നെ തടയുന്ന നീ അസുരവംശത്തിൽ മഹിഷരൂപത്തോടെ ജനിക്കട്ടെ. ഒരു ഭാര്യയുടെ അഭിലാഷങ്ങൾക്ക് മുൻപിൽ നിന്നും മുഖം തിരിച്ചു പോകുന്ന അങ്ങ് ഒരു സുന്ദര മഹിഷമായി ജനിക്കട്ടെ എന്ന് ലീലാവതിയും ദത്താത്രേയനെ തിരിച്ചു ശപിച്ചു. കരംഭൻ എന്ന അസുരൻ്റെ പുത്രിയായി ലീല മഹിഷി രൂപത്തിൽ പിറന്നു. കരംബാസുരൻ്റെ ജ്യേഷ്ഠനായ രംഭന് മഹിഷൻ എന്നൊരു പുത്രനുണ്ടായി. മഹിഷൻ ദീർഘകാലം തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രസാദിച്ചു. അസുരൻ്റെ മുൻപിൽ പ്രത്യക്ഷനായ ബ്രഹ്മദേവൻ എന്ത് വരമാണ് വേണ്ടതെന്ന് ആരാഞ്ഞു. അമരത്വമൊഴികെ എന്തും ആവശ്യപ്പെട്ടുകൊള്ളുവാൻ ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. ഒരു സ്ത്രീയിൽ നിന്ന് മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്ന വരമാണ് മഹിഷൻ ആവശ്യപ്പെട്ടത്. ബ്രഹ്മദേവൻ അതിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. വരലാഭത്തോടെ കൂടുതൽ അഹങ്കരിച്ച മഹിഷൻ സ്വർഗത്തിലെത്തി ഇന്ദ്രനെ പുറത്താക്കി ആധിപത്യം സ്ഥാപിച്ചു. ദുഃഖിതരായ ദേവന്മാർ ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു സങ്കടമുണർത്തിച്ചു. ത്രിമൂർത്തികളുടെ ശരീരത്തിൽ നിന്നും നിർഗമിച്ച തേജസ് ഒത്തുകൂടി. ദേവന്മാരുടെയെല്ലാം ശരീരത്തിൽ നിന്നും തത്തുല്യമായ തേജസ് പുറപ്പെട്ടു. അവയെല്ലാം കൂടിച്ചേർന്ന് ഒരു സ്ത്രീരൂപമായി. ആ ദേവിക്ക് ദേവന്മാരെയെല്ലാം അവരുടെ വിശിഷ്ട ആയുധങ്ങൾ സമർപ്പിച്ചു. ഏറെ താമസിയാതെ മഹിഷാസുരനുമായി ദേവി ഘോരമായ യുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധത്തിൽ മഹിഷൻ വധിക്കപ്പെട്ടു. മഹിഷനെ ദേവി വധിച്ചുവെന്ന വാർത്ത അസുരലോകത്തെയാകെ ഞെട്ടിച്ചു. കരംഭൻ്റെ പുത്രിയായ മഹിഷി പിതൃസഹോദരപുത്രനായ മഹിഷാസുരൻ്റെ വധത്തിന് പകരം വീട്ടണമെന്ന നിശ്ചയത്തോടെ കഠിനമായ തപസ് ആരംഭിച്ചു. വിന്ധ്യാപർവ്വതത്തിൽ ഒറ്റക്കാലിൽ ഏറെ നാൾ നീണ്ടുനിന്ന കൊടും തപസ് കൊണ്ട് അവൾ ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ചു. സംപ്രീതനായ ബ്രഹ്മാവ് അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മദേവൻ അവളോട് പറഞ്ഞു, മഹിഷി, നിന്റെ കൊടും തപസ്സിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട പരം ആവശ്യപ്പെട്ടുകൊള്ളുക. അപ്പോൾ മഹിഷി പറഞ്ഞു, ഭഗവാൻ, ഞാൻ ആഗ്രഹിക്കുന്ന വരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണം. ഒന്നാമതായി അഗ്നി, ജലം, രോഗം എന്നിവ കൊണ്ട് എനിക്ക് ഹാനിയുണ്ടാകരുത്. എനിക്ക് സ്വർഗാധിപത്യം ലഭിക്കണം. ശിവനും വിഷ്ണുവും കൂടിയുണ്ടാകുന്ന പുത്രന് മാത്രമേ എന്നെ നശിപ്പിക്കാൻ കഴിയാവൂ. അതും അവൻ മനുഷ്യനായി 12 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം. പോരിനൊരുങ്ങുമ്പോൾ എൻ്റെ രൂപകൂപങ്ങളിൽ നിന്നും എനിക്ക് തുണയായി അസംഖ്യം മഹിഷിമാരുണ്ടാകണം. ഹരിക്കും ഹരനും കൂടി ഒരു പുത്രനുണ്ടാകുക അസാധ്യമാണെന്ന് മഹിഷി കരുതി. കാരണം ഹരിയും ഹരനും പുരുഷന്മാരാണല്ലോ. അമര പദവിക്ക് തുല്യമായ നേട്ടമാണ് വരങ്ങളിലൂടെ തനിക്ക് കൈവന്നിരിക്കുന്നതെന്ന് കണ്ടറിഞ്ഞ അവൾ വളരെ അഹങ്കരിച്ചു. തുടർന്ന് മഹിഷി ദേവലോകത്തെ ആക്രമിച്ചു. ദേവകൾ എതിർത്തു നിൽക്കാനാവാതെ പലായനം ചെയ്തു. ലീലയുടെ ശാപവും ഫലിച്ചിരുന്നു. ദത്താത്രേയൻ ഒരു സുന്ദര മഹിഷമായി ജനിച്ചു. വിശുദ്ധമായ ദേവലോകത്ത് വെച്ച് മഹിഷിയെ വധിക്കുക എന്ന അതൊഴിവാക്കാൻ അവളെ ഭൂമിയിലേക്ക് അയക്കേണ്ടിയിരുന്നു. ഈ ദൗത്യത്തിന് മഹാവിഷ്ണു സുന്ദരമഹിഷത്തെ ആയുധമാക്കി. മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശാനുസരണം സുന്ദരമഹിഷം മഹിഷിയെ വശത്താക്കി ഭൂമിയിലെ കാടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വളരെക്കാലം അവർ ഭൂമിയിൽ കഴിച്ചുകൂട്ടി. ദേവന്മാർ മഹിഷിയുടെ ഉപദ്രവങ്ങൾ മറന്ന് വീണ്ടും സ്വർഗത്തിൽ വസിച്ചു. സുന്ദരമഹിഷത്തിനൊപ്പം ഭൂമിയിലെത്തിയ മഹിഷി ബ്രഹ്മാവിൻ്റെ ബലബലത്താൽ കാലങ്ങളോളം ജീവിച്ചു. ലൗകിക ജീവിതത്തിൽ ഇവർക്ക് പിറന്ന സന്താനങ്ങളാണ് കാട്ടുപോത്തുകൾ എന്ന സങ്കല്പം.
ബ്രഹ്മാവ് നൽകിയ വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹർഷിയെ നിഗ്രഹിക്കാൻ മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും പുത്രനെ സാധിക്കുകയുള്ളൂ. ഈ ഉദ്ദേശവുമായി മഹാവിഷ്ണുവും പരമശിവനും കൂടി പിറന്ന പുത്രനാണ് ധർമ്മശാസ്താവ്. ധർമ്മശാസ്താവിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് 2 കഥകൾ പ്രചാരത്തിലുണ്ട്. ഇതിൽ പ്രമുഖമായത് ഭാഗവതത്തിലെ പാലാഴിമഥന കഥയുമായി ബന്ധപ്പെട്ടതായിരുന്നു. പണ്ടൊരിക്കൽ ഭാരതഭൂമിയിലെ പുണ്യസങ്കേതങ്ങൾ സന്ദർശിക്കാനെത്തിയ ദേവസ്ത്രീകൾ ദുർവാസാവ് മഹർഷിയെ കണ്ടു. കൽപ്പവൃക്ഷപ്പൂക്കൾ കോർത്തുണ്ടാക്കിയ ഒരു മാല അവർ മഹർഷിക്ക് സമർപ്പിച്ചു. ആ മാല്യവുമായി നടന്ന മഹർഷി ചിന്തിച്ചു, ശ്രീ പരമേശ്വരന് ഈ മാല നൽകിയാൽ പത്നിമാരായ ശ്രീ പാർവതിയും ഗംഗാദേവിയും തമ്മിലുള്ള അസ്വാരസ്യത്തിന് ഇത് കാരണമാകും. ഒരുപക്ഷെ മാല പങ്കിട്ട് തന്നെ നൽകേണ്ടി വരും. മഹാവിഷ്ണുവിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ബ്രഹ്മദേവന് കൊടുത്താലോ നാൻമുഖനല്ലേ. ബ്രഹ്മാവ് 4 പകത്ത് 4 തലയിലും ചൂടും. മനോഹരമായ ഈ മാല മുറിച്ചെടുത്താൽ ഇതിൻ്റെ ചന്തം നഷ്ടപ്പെടും. എന്നാൽ പിന്നെ ദിക്പാലകന്മാരിൽ ആർക്കെങ്കിലും കൊടുക്കാം. ദുർവാസാവ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഐരാവതത്തിലേറി ഇന്ദ്രൻ വരുന്നു. മഹർഷിയെ കണ്ട മാത്രയിൽ ഇന്ദ്രൻ ഐരാവതത്തിൽ നിന്ന് ഇറങ്ങി. മഹർഷിയുടെ പാദങ്ങൾ തൊട്ടു വണങ്ങിയ ഇന്ദ്രനെ ദുർവാസാവ് അനുഗ്രഹിച്ചു. തൻ്റെ കയ്യിലിരിക്കുന്ന മലർമാല്യം മഹർഷി ഇന്ദ്രന് സമ്മാനിച്ചു. പൂർണ്ണമായി വിരിഞ്ഞിട്ടില്ലാത്ത പുതുപൂക്കളുടെ സുഗന്ധം അന്തരീക്ഷത്തിൽ ആകെ പരന്നു. ആദരവോടെ 2 കൈകൾ കൊണ്ടും ഇന്ദ്രൻ മാല ഏറ്റുവാങ്ങി. നെറുകയിൽ അണിയിച്ച ശേഷം സ്വന്തം കേശത്തിലണിയാൻ ഒരുങ്ങി. അന്തരീക്ഷത്തിൽ പരന്ന പുഷ്പഗന്ധം വണ്ടുകളെ ആകർഷിച്ചു. തലമുടി ഒന്നഴിച്ചു കെട്ടണം, എന്നിട്ട് മാല ചൂടാം എന്ന് കരുതി മഹർഷിയോട് ഉപചാരവാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ദ്രൻ ആ മാല ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചു. മുടിക്കെട്ടഴിച്ച് നിവർത്തി വീണ്ടും കെട്ടി വയ്ക്കുന്നതിന് ഇന്ദ്രൻ മുഴുകി. ഇന്ദ്രൻ്റെ സംഭാഷണ ചാതുരിയിൽ ലയിച്ചു മഹർഷിയും നിന്നു. പൂക്കളുടെ സുഗന്ധമേറ്റ് തേൻ കുടിക്കാനെത്തിയ വണ്ടുകൾ മാലയ്ക്ക് ചുറ്റും പറന്നു നടന്നു. അവയുടെ ധങ്കാരം ഐരാവതത്തിന് ദുസ്സഹമായി തോന്നി. ആ വണ്ടുകൾ ഏതെങ്കിലും കർണരന്ധ്രങ്ങൾ കടന്നാലോ? പെട്ടെന്ന് ഐരാവതം ഒന്ന് കുലുങ്ങി. മാല നിലം പതിച്ചു. വണ്ടുകളുടെ ശല്യം മാറ്റാൻ അതുകൊണ്ടുമായില്ല. ഐരാവതം ആ മാല്യത്തെ മുൻകാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചു. ഇത് കണ്ട് രുദ്രാംശമായ ദുർവാസാവിൻ്റെ കോപം ആളിക്കത്തി. മഹർഷി പറഞ്ഞു, കശ്മലനാണു നീ. ദിവ്യമായ ഈ മാല അണിയാൻ യോഗ്യനാണ് നീയൊന്ന് ഞാൻ കരുതിപ്പോയി. ഈ ധിക്കാരം നീ കാട്ടിയത് എന്നെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഈ അപരാധം ക്ഷമിക്കുവാനാവില്ല. നിങ്ങൾ ദേവന്മാരെല്ലാം ജരാനര ബാധിച്ച് വിരൂപികളായി തീരട്ടെ. നിങ്ങളുടെ ദിവ്യത്വമെല്ലാം നഷ്ടപ്പെടട്ടെ. ഈ ശാപവാക്കുകൾ കേട്ട് ഇന്ദ്രൻ ഞെട്ടിവിറച്ചു. മഹർഷിയെ അനാദരിക്കുന്ന കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. തന്നാലാവും വിധം ബഹുമാനിക്കുകയും ചെയ്തു. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നോർത്തുകൊണ്ട് മഹർഷിയുടെ പാദങ്ങളിൽ മുറുകെ പിടിച്ചു കരഞ്ഞു. എൻ്റെ ഐരാവതം എന്ന വിശേഷപ്പെട്ട ആനയും ഉച്ചൈശ്രവസിൻ്റെ കുതിരയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ദ്രൻ പറഞ്ഞു, ഭഗവാനെ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. തലമുടി ഒന്നഴിച്ചു കെട്ടി മാല അണിയാമെന്ന് കരുതി ആ മാല്യം നിലത്ത് വയ്ക്കുന്നത് അതിനെ അനാദരിക്കലാകുമെന്ന് വിചാരിച്ചാണ് ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചത്. അതിനിടയ്ക്ക് വണ്ടുകൾ വന്നുകൂടുമെന്നും ഐരാവതം ആ മാലയെ നിലത്തിട്ട് ചവിട്ടുമെന്നും ചിന്തിച്ചതേയില്ല. ദയാനിധിയായ അങ്ങ് ക്ഷമിച്ച് മാപ്പ് തരണം. മഹേന്ദ്രൻ്റെ പരിവേദനം കേട്ട് മഹർഷിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പാൽക്കടലിൽ നിന്ന് അമൃതെടുത്ത് ഭുജിക്കുക. നിങ്ങൾക്ക് ജരാനരകളോ മരണമോ ഉണ്ടാവുകയില്ല. നഷ്ടപ്പെട്ട ദിവ്യഭോഗങ്ങളെല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇന്ദ്രൻ പറഞ്ഞു, പാൽക്കടലിൽ നിന്ന് അമൃതെടുത്ത് ഭക്ഷിക്കുവാൻ അങ്ങ് അരുളി ചെയ്തു. പാൽക്കടലിൽ നിന്ന് എങ്ങനെ അമൃത് കിട്ടും? ഈ വൃദ്ധനായ എനിക്ക് എന്തു ചെയ്യാനാവും? ദയവ് ചെയ്ത് അതിനുള്ള പോംവഴി അവിടുന്ന് അരുളി ചെയ്യണം. ദുർവാസാവ് പറഞ്ഞു, അമൃത് നേടാനായി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ വേണ്ടുന്നതെല്ലാം കിട്ടിക്കൊള്ളും. ലോകത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം അതോടെ തീരുകയും ചെയ്യും. കൂടുതൽ വിശദമാക്കാൻ ഒരുങ്ങാതെ ആ കോപശീലൻ നടന്നു മറഞ്ഞു. വാർദ്ധക്യം ബാധിച്ച് അവശരായ ദേവന്മാരെല്ലാം കൂടി എന്താണ് ചെയ്യേണ്ടതെന്ന് കൂലങ്കുഷമായി ആലോചിച്ചു. ശരിയായ ഉപായമൊന്നും തെളിഞ്ഞു കണ്ടില്ല. പിതാമഹനായ ബ്രഹ്മദേവനെ കണ്ട് സങ്കടം ഉണർത്തിക്കാം എന്നവർ തീർച്ചയാക്കി എല്ലാവരും ചേർന്ന് സത്യലോകത്ത് എത്തി. വാർദ്ധക്യത്താൽ വിവശരായ ദേവന്മാരെ കണ്ട് ബ്രഹ്മാവ് ചോദിച്ചു, നിങ്ങളെല്ലാം ഈ വിധം വൃദ്ധരാകാൻ എന്തേ കാരണം? മഹേന്ദ്രൻ
മാമുനിയുടെ ശാപത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ബ്രഹ്മദേവനെ അറിയിച്ചു. എല്ലാം കേട്ടറിഞ്ഞ ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വരനോട് ഉണർത്തിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ ഇല്ലെന്ന് അരുളി ചെയ്തു. മഹാവിഷ്ണുവിനെ സമീപിക്കാനായിരുന്നു ശ്രീ പരമേശ്വരൻ്റെ തീരുമാനം. കൈലാസത്തിലെത്തിയ ദേവന്മാരെയും കൂട്ടി ശ്രീ പരമേശ്വരൻ വൈകുണ്ഠത്തിലെത്തി. എല്ലാവരും ചേർന്ന് അനന്തശായിയെ സ്തുതിച്ചു. ദീർഘനേരത്തെ സ്തുതി കേട്ട് യോഗനിദ്രയിൽ നിന്നുണർന്ന മഹാവിഷ്ണു അവരുടെ മുന്നിൽ ആവിർഭവിച്ചു. നാൻമുഖനും കൈലാസനാഥനും ചേർന്ന് ദേവന്മാർക്കുണ്ടായ ദയനീയാവസ്ഥ സർവാന്തര്യാമിയായ മഹാവിഷ്ണുവിനെ അറിയിച്ചു. നേരത്തെ തന്നെ ഉൾക്കണ്ണാൽ എല്ലാം കണ്ടു കഴിഞ്ഞിരുന്ന ഭഗവാൻ ദേവന്മാരുടെ പരിവേദനം കേട്ട് കഷ്ടം കഷ്ടം എന്ന് അരുളി ചെയ്തു. തുടർന്ന് പറഞ്ഞു, പാലാഴിയിൽ നിന്ന് അമൃത് തേടാനുള്ള മാർഗം ഈ വിധം അദ്ദേഹം നിർദ്ദേശിച്ചു. വേണ്ടുന്ന ഔഷധങ്ങളെല്ലാം പാലാഴിയിൽ നിക്ഷേപിക്കണം. കടക്കോലായി മന്ത്രപർവ്വതത്തെ കൊണ്ടുവരണം. അതിനെ ചുറ്റിക്കറക്കാനുള്ള ഞാണാകാൻ വാസുകി എന്ന സർപ്പത്തെ ഉപയോഗിക്കണം. അസുരന്മാരെ കൂടെ കൂട്ടിയാൽ ഒരു ഭാഗത്ത് ദേവന്മാരും മറുഭാഗത്ത് അസുരന്മാരിൽ നിന്ന് പാലാഴി കടയാം. അസുരന്മാർ നേരത്തെ തന്നെ വിരോധത്തിലാണ് ദേവന്മാരുമായി. അപ്പോൾ അവരെങ്ങനെ അനുരഞ്ജിപ്പിക്കും എന്ന് ദേവന്മാർ ചിന്തിച്ചു. മഹാവിഷ്ണു അനുചരന്മാരെ വിളിച്ച് അസുരന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. അവർ ചെന്ന് അസുരരാജാവിനെ കൊണ്ട് അനുവാദം വാങ്ങി അസുരന്മാരുടെ ശബ്ദത്തിലെത്തി സന്ദേശമറിയിച്ചു. ആജന്മശത്രുക്കളായ ദേവന്മാരുടെ കാര്യത്തിന് സഹകരിക്കാൻ സാധ്യമല്ലെന്ന് അവർ ഉറപ്പു പറഞ്ഞു. അനുചരന്മാർ വന്ന് പറഞ്ഞത് കേട്ട് മഹാവിഷ്ണു മന്ദഹാസത്തോടെ ശ്രീ പരമേശ്വരനെ നോക്കി. ശ്രീ മഹാദേവൻ അടുത്തു നിന്നിരുന്ന ശിവഭൂതത്തെ നോക്കി അസുരന്മാരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് നിർദ്ദേശിച്ചു. മഹാദേവൻ്റെ ആജ്ഞ കേട്ട മാത്രയിൽ ശിവഭൂതം അസുരന്മാരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. ശിവഭൂതത്തിൽ നിന്ന് വിവരങ്ങൾ കേട്ടറിഞ്ഞ അസുരന്മാർ മഹാദേവൻ്റെ സന്നിധിയിലെത്തി. സർവായുധങ്ങളും ഏന്തിക്കൊണ്ട് മേളത്തോടെ വന്നെത്തിയ അസുരന്മാർ ദേവകളുടെ ദയനീയ സ്ഥിതി കണ്ട് ആഹ്ലാദിച്ച് കൂത്താടി. മന്ദരപർവ്വതം എടുത്തുകൊണ്ടുവരാൻ ശിവഭൂതങ്ങളെ നിയോഗിച്ചു. പർവ്വതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ഭൂതങ്ങൾ അല്പദൂരം അതിനെ എടുത്തുകൊണ്ടുവന്നു. തങ്ങൾക്ക് ഈ പണി പറ്റുകയില്ലെന്ന് ബോധ്യം വന്ന ഭൂതങ്ങൾ നിരാശയോടെ പിൻവാങ്ങിപ്പോന്നു. തുടർന്ന് മഹാവിഷ്ണു അനന്തനാഗത്തെ ആ ചുമതല ഏൽപ്പിച്ചു. അനന്തൻ മന്ദിരത്തെ ഒരു കടുകുമണി പോലെ തൻ്റെ ഭണത്തിലെടുത്ത് മഹാവിഷ്ണുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു വെച്ചു. ഇനി വാസുകിയെ കൊണ്ടുവരണം. അതിന് മഹാവിഷ്ണു ഗരുഡനെ നിയോഗിച്ചു. ഗരുഡൻ വാസുകിയെ സമീപിച്ചു വിവരങ്ങൾ പറഞ്ഞു. വാസുകി അനുകൂലമായി തന്നെ മറുപടി പറഞ്ഞു. കേടുപറ്റാതെ എന്നെ എടുത്തുകൊണ്ട് പോയിക്കോളൂ. ഗരുഡൻ വാസുകിയെ കൊക്കിലെടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു. വളരെ പൊങ്ങിപ്പറന്നിട്ടും വാസുകിയുടെ ഉടലിൻ്റെ വലിയൊരു ഭാഗം ഭൂമിയിൽ തന്നെ കിടക്കുന്നത് കണ്ട് ഗരുഡൻ നിലത്തിറങ്ങി. വാസുകിയെ 8 മടക്കി കൊക്കിലൊതുക്കിക്കൊണ്ട് വീണ്ടും പൊങ്ങിപ്പറന്നു. എന്നിട്ടും വാസുകിയുടെ നല്ലൊരു ഭാഗം ശരീരം നിലത്ത് കിടക്കുന്നത് കണ്ട് ഗരുഡൻ വീണ്ടും ഭൂമിയിലിറങ്ങി. വാസുകിയുടെ ഉടലിൻ്റെ ശരീരത്തിലാകെ ചുറ്റിക്കൊണ്ട് പറക്കാൻ ശ്രമിച്ച ഗരുഡന് പറന്നു പൊങ്ങാൻ കഴിഞ്ഞില്ല. തുടർന്ന് വാസുകിയുടെ ചുറ്റ് ശരീരത്തിൽ നിന്നും അഴിച്ചുമാറ്റാൻ ഗരുഡൻ നടത്തിയ പരിശ്രമങ്ങളും പരാജയപ്പെട്ടു. ഒടുവിൽ ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് തൻ്റെ കഴിവില്ലായ്മ വെളിപ്പെടുത്തി. ഭഗവാൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഗരുഡൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതെന്ന് മനസ്സിലാക്കിയ വാസുകി ശ്രീ മഹേശ്വരൻ്റെ മഹാദേവൻ്റെ മുന്നിലെത്തി. മഹാദേവൻ നീട്ടിയ കൈയിൽ വാസുകി ഒരു വളയായി മാറി. അങ്ങനെ പാൽക്കടൽ കടയാനുള്ള ഒരുക്കങ്ങളെല്ലാം തികഞ്ഞു. എല്ലാവരും ചേർന്ന് മന്ത്രപർവ്വതത്തെ പാലാഴിയുടെ മധ്യത്തിൽ സ്ഥാപിച്ചു. വാസുകിയെ പർവ്വതത്തിൽ ചുറ്റിയെടുത്തു. ആ സമയത്ത് മഹാവിഷ്ണു ദേവന്മാരെ വിളിച്ച് വാസുകിയുടെ ശിരോഭാഗം പിടിച്ചുകൊള്ളാൻ നിർദ്ദേശിച്ചു. അപ്പോൾ അസുരന്മാർ വാൽഭാഗം പിടിക്കാൻ വിസമ്മതിച്ചു. അവരുടെ നിർബന്ധം മൂത്തപ്പോൾ പുച്ഛഭാഗം ദേവന്മാർ പിടിച്ചു. അസുരന്മാർ സർപ്പത്തിൻ്റെ ശിരസിനടുത്തു തന്നെ സ്ഥാനം കണ്ടെത്തി. ദേവന്മാർ പുച്ഛം പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് ഓടിയപ്പോൾ അസുരന്മാർ ശിരോഭാഗം അയച്ചു വിട്ടുകൊണ്ട് മുന്നോട്ടോടി. മറിച്ച് അസുരന്മാർ ശിരോഭാഗം പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പിന്നോക്കം പോയപ്പോൾ ദേവന്മാർ സർപ്പശരീരം അയച്ചു വിട്ടുകൊണ്ട് മുന്നോട്ടോടി. ഈ വിധം കുറേ കാലം കടച്ചിൽ തുടർന്നപ്പോൾ ഭീകരമായ ശബ്ദത്തോടെ മന്ദരപർവ്വതം ആഴിയിൽ ആഴ്ന്നിറങ്ങിപ്പോയി. വാസുകിയുടെ ബന്ധനം അയഞ്ഞു. അതോടെ കടച്ചിൽ നിലച്ചു. ദേവന്മാരും അസുരന്മാരും നിരാശരായി മുഖാമുഖം നോക്കി നിൽപ്പായി. ഒടുവിൽ എല്ലാവരും ചേർന്ന് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ദേവന്മാർ ഭഗവാൻ ആമയായി
അവതരിച്ച് മന്ദരപർവ്വതത്തിനടിയിൽ ചെന്ന് അതിനെ ഉയർത്തി കൊണ്ടുവന്നു. ദേവാസുരന്മാർ പെരുത്ത ഹർഷത്തോടെ കടച്ചിൽ തുടർന്നു. ഏറെയാകും മുമ്പ് വാസുകി ഞെളിപിരി കൊണ്ടു. ആ ഫണീന്ദ്രൻ്റെ വായിൽ നിന്നും കൊടും വിഷം ജ്വാലയായി പുറത്തേക്ക് വന്നു. അഗ്നിജ്വാല പോലെ എങ്ങും പരന്ന വിഷജ്വാല കണ്ട് ഭീതരായ അസുരന്മാർ ശ്രീ മഹാദേവനെ അഭയം പ്രാപിച്ചു. പാലാഴിമഥനം വീണ്ടും നിലച്ചു. ഈ സ്ഥിതി കണ്ട മഹാവിഷ്ണു മഹാദേവനോട് പറഞ്ഞു, ഇനി നാം എന്തു ചെയ്യും? ഈ വിഷജ്വാല ലോകത്തെയാകെ നശിപ്പിക്കും. ഇതിനെ തടുക്കുവാൻ ഉപായമൊന്നും കാണുന്നില്ല. ലോകത്തിൻ്റെ ദുർഘടസ്ഥിതി കണ്ടു മനസ്സലിഞ്ഞ ശ്രീ പരമേശ്വരൻ ഹലാഹലം എന്നു പേരായ ആ വിഷത്തെ കൈക്കുള്ളിലാക്കി പാനം ചെയ്തു. വിഷം ഉള്ളിലിറങ്ങിയാൽ ഉണ്ടായേക്കാവുന്ന ദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പാർവതി മന്ത്രാക്ഷരം ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ഖണ്ഡത്തിൽ പിടിമുറുക്കി. കഴുത്തിൽ തടയപ്പെട്ട വിഷം ഛർദ്ദിച്ചു പോവുകയാണെങ്കിൽ വീണ്ടും ലോകത്തിൻ്റെ സ്ഥിതി ദയനീയമാകുമെന്ന് കണ്ടറിഞ്ഞ മഹാവിഷ്ണു മഹേശ്വരൻ്റെ വായു മുറുക്കിപ്പിടിച്ചു. അതോടെ മേൽപോട്ടും കീഴ്പോട്ടും നീങ്ങാനാവാതെ വിഷം ഭഗവാന്റെ ഖണ്ഡത്തിൽ തറച്ചു. അതോടെ ശ്രീ പരമേശ്വരൻ നീലകണ്ഠനായി. വീണ്ടും കടയൽ ആരംഭിച്ചു. ദേവാസുരന്മാരിൽ പുതിയ ഒരു ഉണർവും ആവേശവും പ്രകടമായിരുന്നു. കുറേ നേരം കടഞ്ഞു കഴിഞ്ഞപ്പോൾ കാമധേനു പാൽക്കടലിൽ നിന്നും പൊങ്ങി വന്നു. യാഗാദി കർമ്മങ്ങൾക്ക് വേണ്ട ഗവ്യങ്ങൾക്കായി മഹർഷിമാർ കാമധേനുവിനെ സ്വീകരിച്ചു. പാലാഴി മഥനം തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ദ്രന് ശാപത്താൽ നഷ്ടപ്പെട്ട ഉച്ചൈശ്രവസ് എന്ന കുതിരയെയും ഐരാവതവും പാൽക്കടലിൽ നിന്നും പൊന്തി വന്നു. രാജചിഹ്നങ്ങളായ അവയെ തിരികെ ലഭിച്ച ദേവന്മാരിൽ സന്തോഷം ഉണ്ടായി. തുടർന്ന് പ്രത്യക്ഷപ്പെട്ടത് കൽപ്പവൃക്ഷങ്ങളും അപ്സരസുകളുമായിരുന്നു. അവയെ ദേവലോകത്തിൻ്റെ പൊതുസ്വത്തായി ദേവന്മാർ സ്വീകരിച്ചു. മഥനം തുടർന്നു. പാലാഴിയിൽ നിന്നും പൊങ്ങിവന്ന ചന്ദ്രക്കലയെ ശ്രീ പരമേശ്വരനും കൗസ്തുഭരത്നത്തെ മഹാവിഷ്ണുവും കൈമുതലാക്കി. ആ സമയത്ത് മലിനവേഷം ധരിച്ച് ഘോരരൂപത്തോടെ അലറിക്കരഞ്ഞുകൊണ്ട് ജ്യേഷ്ഠ പ്രത്യക്ഷയായി. മഹാവിഷ്ണുവിൻ്റെ ചന്ദ്രകലാധാരിയായ പരമേശ്വരൻ്റെ നേർക്ക് നോക്കി സഹായത്തിന് ആരുമില്ലാതെ ഇരിക്കാൻ ഇടമില്ലെന്നും അലറി വിളിച്ചു. കരയുന്ന ജ്യേഷ്ഠയോട് മഹാവിഷ്ണു പറഞ്ഞു, ജ്യേഷ്ഠേ, നിനക്ക് വസിക്കാൻ യോഗ്യമായ സ്ഥലങ്ങൾ ഞാൻ നിർദ്ദേശിക്കാം. ആടുമാടുകളെ കെട്ടിയിടുന്ന ആലയങ്ങൾ, പ്രഭാതത്തിൽ തൂത്തുകളിക്കാത്ത സ്ഥലങ്ങൾ, ചൂതുകളി സ്ഥലങ്ങൾ, കള്ളന്മാർ, മാതാപിതാക്കന്മാരുടെ വിരോധം കാട്ടുന്നവരുടെ മുഖങ്ങൾ, അന്യരെ പിരാകുന്നവരുടെ മുഖങ്ങൾ, ഉദയാസമ സന്ധ്യകളിൽ ഉറക്കം പൂണ്ട് കിടക്കുന്നവർ, രജസ്സലകളുടെ ശയ്യകൾ, മദ്യപന്മാർ, ഗുരുപത്നിയെ പ്രാപിക്കുന്നവർ, വിദ്യകളെ നിന്ദിക്കുന്നവർ, ബ്രഹ്മഹത്യ ചെയ്യുന്നവർ, വിശ്വാസവഞ്ചകർ എന്നിവിടങ്ങളിൽ നിനക്ക് വാസയോഗ്യങ്ങളാണ്. അതുപോലെ ഇനിയും ചില സ്ഥലങ്ങൾ നിനക്ക് യുക്തമായി ലഭിക്കും. ക്രൂരന്മാരായി സംസാരിക്കുന്നവർ, അമിത പക്ഷകന്മാർ, അന്യരെ ഉപദ്രവിക്കുന്നവർ, മലിനവേഷം ധരിച്ചവർ തുടങ്ങിയവരും നിന്റെ ആശാകേന്ദ്രങ്ങളാണ്. മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ജ്യേഷ്ഠ പോയി മറഞ്ഞു. പാലാഴി മഥനം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു പൊൻതാമര പാലാഴി മധ്യത്തിൽ പൊന്തി വന്നു. അത്ഭുതകരമായ ദിവ്യകാന്തിയോടെ ലക്ഷ്മീദേവി ആ താമരയിൽ കാണപ്പെട്ടു. ദിവ്യസുന്ദരിമാരാൽ സേവിക്കപ്പെടുന്ന ദേവിക്ക് വെളുത്ത ആനകൾ അഭിഷേകം ചെയ്യുന്നുണ്ടായിരുന്നു. ലോകമോഹകയായ രൂപഭംഗിയുള്ള പ്രത്യക്ഷയായ ലക്ഷ്മീദേവി മഹാവിഷ്ണുവിനെ കടാക്ഷിച്ചു. തുടർന്ന് ഭഗവാന്റെ അടുത്തെത്തിയ ഭഗവതി ശ്രീനാരായണൻ്റെ ഖണ്ഡത്തിൽ വർണ്ണമാല്യം അർപ്പിച്ചു. പാലാഴി മഥനം തുടർന്നു. അടുത്തതായി പൊന്തി വന്ന മതിരയെ അസുരന്മാർ സ്വീകരിച്ചു. പിന്നാലെ അമൃതകുംഭം പേറുന്ന ധന്വന്തരിയായ സാക്ഷാൽ മഹാവിഷ്ണു അവതരിച്ചു. മഹാവിഷ്ണുവിൻ്റെ വിവാഹ ആഘോഷങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന ദേവന്മാർ അറിയാതെ തന്നെ അസുരന്മാർ അമൃതകുംഭം കൈക്കലാക്കി. ഉചിതമായ സ്ഥലത്ത് മെഴുകി ശുദ്ധി വരുത്തി അമൃതകുംഭം അതിൽ സ്ഥാപിച്ചു. ഇനി കുളി കഴിഞ്ഞു വന്ന് പരിശുദ്ധമായി അമൃത സേവിക്കാം. അത് ആര് വിളമ്പണം എന്ന കാര്യത്തിൽ അസുരന്മാർ തർക്കമായി. അമൃതകുംഭം അസുരന്മാരുടെ കൈകളിലായ വിവരമറിഞ്ഞ് ദേവന്മാർ വിഷാദമഗ്ധരായി. ഏറെ നാളത്തെ പരിശ്രമത്തിൻ്റെ അന്തിമഫലം അസുരന്മാർ കൈവശപ്പെടുത്തിയത് അവരെ ആകെ തളർത്തി. സങ്കടനിവൃത്തിക്കുള്ള ഉപായം കണ്ടെത്താനാകാതെ എല്ലാവരും വിഷാദിച്ചിരിക്കുമ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ആരും ദുഃഖിക്കേണ്ട, ഞാൻ തന്നെ അമൃത് കൊണ്ടുവരാം. നിങ്ങളെല്ലാം ഇന്ദ്രസദസ്സിൽ പോയി വിശ്രമിക്കുവിൻ. ഒട്ടും വൈകാതെ അമൃതമായി ഞാൻ അവിടെ വന്നെത്തിക്കൊള്ളാം. അനന്തരം മനോമോഹനമായ സ്ത്രീവേഷം ധരിച്ചുകൊണ്ട് മഹാവിഷ്ണു അസുരാലയത്തിന് സമീപത്തായി വന്നു നിന്നു. ആ രൂപസൗന്ദര്യത്തിൽ അസുരന്മാർ ആകൃഷ്ടരായി.
നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? നിനക്ക് ബന്ധുക്കളാരുമില്ലേ? ഇങ്ങനെ ഒറ്റയ്ക്ക് വരാൻ എന്തേ കാരണം? നിന്റെ പേരെന്ത്? എല്ലാം വിശദമായി പറയൂ. അസുരന്മാർ പറഞ്ഞത് കേട്ട് ആ മോഹനാംഗി മൊഴിഞ്ഞു. ഞാൻ പാലാഴിയിലാണ് പിറന്നത്. ധന്വന്തരിയുടെ അനുജത്തിയായി വന്ന ഞാൻ അവിടെങ്ങും ആരെയും കണ്ടില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ കണ്ടെത്താനായി ഞാൻ നടക്കുകയാണ്. അതിനുള്ള പരിശ്രമത്തിലാണ് ഇവിടെ വന്നെത്തിയത്. ആ മധുരഘോഷണം കേട്ട് മദനപരവശരായ അസുരന്മാർ പറഞ്ഞു, സുന്ദരി, അകത്ത് വരൂ, ഒട്ടും ശങ്കിക്കേണ്ട. നിനക്ക് അഹിതമായി ആരും ഒന്നും പറയുകില്ല. ഞങ്ങൾക്ക് നീ അമൃത് വിളമ്പണം. പിന്നീട് നിനക്കിഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ ഞങ്ങളിൽ നിന്ന് വരിക്കുകയും ചെയ്യാം. അങ്ങനെ ദുഃഖിച്ച് ഉഴലേണ്ട കാര്യമില്ല. അതിനു മറുപടിയായി ആ മോഹിനി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് മടിയില്ല. എങ്കിലും ഇത്രയേറെ ആളുകളുടെ മുൻപിൽ വന്നു നിന്ന് അമൃത് വിളമ്പുവാൻ എനിക്ക് നാണമാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ണുകെട്ടിക്കൊണ്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ എല്ലാവർക്കും അമൃത് വിളമ്പിത്തരാം. ഒടുവിൽ എൻ്റെ കയ്യിൽ നിന്ന് അമൃതകുംഭം ഏറ്റുവാങ്ങുന്നവൻ എൻ്റെ ഭർത്താവാകും. ആ സമയത്ത് മാത്രമേ അയാൾ കണ്ണിലെ കെട്ടഴിക്കാവൂ. മോഹാർത്തരായ അസുരന്മാർ മോഹിനിയുടെ തേനൂറും മൊഴികളിൽ മയങ്ങിപ്പോയി. അവളുടെ വ്യവസ്ഥകൾ എല്ലാവരും വഴങ്ങി. അമൃതകുംഭം മധ്യത്തിൽ വെച്ചിട്ട് മോഹിനിക്ക് കടന്നു വരാൻ വഴിയിട്ടുകൊണ്ട് അസുരന്മാർ വട്ടത്തിലിരുന്നു. ഓരോ പാത്രവും കയ്യിലേന്തി കണ്ണുകെട്ടി ഇരുന്ന അസുരന്മാർ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞതേയില്ല. മോഹിനി അസുരന്മാരുടെ മധ്യത്തിൽ നിന്ന് അമൃതകുംഭം തട്ടിയെടുത്തുകൊണ്ട് ഞൊടിയിടയ്ക്കുള്ളിൽ മറഞ്ഞു. ഏറെ നേരം കാത്തിരുന്ന ശേഷം അസുരന്മാർ കണ്ണു തുറന്നു. മഹാവിഷ്ണുവിൻ്റെ മായയാൽ തങ്ങൾ വഞ്ചിതരായി എന്നവർ കണ്ടറിഞ്ഞു. അമൃതകുംഭം ദേവസഭയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും ദേവന്മാർ അമൃതസേവ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും അസുരന്മാർക്ക് മനസ്സിലായി. കൂട്ടത്തിൽ ഒരസുരൻ അമൃതപാനത്തിൽ കൊതിപൂണ്ട് ബ്രാഹ്മണ വേഷധാരിയായി ദേവസഭയിലെത്തി. അയാൾ പറഞ്ഞു, ദേവന്മാരെ, അഗതിയായ ഒരു വൃദ്ധബ്രാഹ്മണനാണ് ഞാൻ. നിങ്ങൾ ഭക്ഷിച്ചു തീരും മുമ്പ് ഈ വയസ്സനും കൂടി ഒരു പങ്ക് തന്നേക്കണേ. ദീനമായ ഈ പ്രാർത്ഥന കേട്ട് ദേവന്മാർ ഉച്ഛിഷ്ടമാകും മുമ്പ് തന്നെ അമൃതിൻ്റെ ഒരു പങ്ക് ബ്രാഹ്മണന് നൽകി. ദേവസഭയുടെ ഗോപുരദ്വാരത്തിൽ കാവൽ നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർ ഓടിവന്ന് പറഞ്ഞു, ഈ ബ്രാഹ്മണ വേഷധാരി ചതിക്കാൻ വന്ന അസുരനാണ്. ആ തേറ്റപ്പല്ലുകൾ നിങ്ങൾ കണ്ടില്ലേ? മഹാവിഷ്ണുവിന് കാര്യം മനസ്സിലായി. വേഗം തൃച്ചക്രം കൊണ്ട് ഭഗവാൻ ആ അസുരൻ്റെ കഴുത്തറത്തു. അമൃത് തൊണ്ടവരെ എത്തിയതേയുള്ളൂ. കഴുത്തറ്റ അസുരൻ്റെ ശരീരം രണ്ടായി. അമൃത് ഉള്ളിൽ കിടന്നതുകൊണ്ട് ശിരസ് വേറുപെട്ടെങ്കിലും അസുരന് മരണമുണ്ടായില്ല. അതിനാൽ പാമ്പിൻ്റെ ഉടലും ശിരസ്സും ആ മുറികളിൽ ചേർന്നു. പാമ്പിൻ്റെ ഉടൽ ചേർന്ന് രാഹുവും തല ചേർന്നത് കേതുവുമായി. അസുരൻ അമൃത് ഭക്ഷിക്കാനെത്തിയ വിവരം മഹാവിഷ്ണുവിനെ അറിയിച്ചത് സൂര്യചന്ദ്രന്മാരായതിനാൽ ഇടയ്ക്കിടയ്ക്ക് കേതു സൂര്യനെയും രാഹു ചന്ദ്രനെയും ഗ്രസിക്കുന്നുവെന്നാണ് സങ്കല്പം. ഗ്രഹണങ്ങൾക്ക് സർപ്പസംബന്ധം ആളുകൾ കൽപ്പിക്കുന്നത് ഈ കഥയുമായി ബന്ധപ്പെടുത്തിയാണ്. ദേവന്മാരിൽ നിന്ന് അമൃത തട്ടിയെടുക്കുവാൻ മഹാവിഷ്ണു പ്രയോഗിച്ച തന്ത്രം ഏറെ പുകഴ്ത്തപ്പെട്ടു. അസുരന്മാരെ മയക്കി മഹാവിഷ്ണുവിൻ്റെ മോഹിനീവേഷം ദേവലോകമാകെ ചർച്ചാവിഷയമായി. മഹിഷീവധത്തിന് ഹരിഹര സംയോഗം ആവശ്യമാണെന്ന് അറിയാവുന്ന ത്രിലോക സഞ്ചാരിയായ നാരദൻ ശ്രീ പരമേശ്വരൻ്റെ മുന്നിൽ മോഹിനീവർണ്ണനം തുടങ്ങി. താമസിയാതെ നാരദൻ്റെ വർണ്ണന ശ്രീ പരമേശ്വരനിൽ ഫലം ചെയ്തു. തുടർന്ന് ഇത്രത്തോളം വർണ്ണിക്കപ്പെടുന്ന ആ മഹനീയ രൂപത്തെ കാണാൻ പരമേശ്വരന് മോഹമുണ്ടായി. വൈകുണ്ഠത്തിലെത്തിയ പരമശിവനോട് വീണ്ടും മോഹിനി രൂപം കൈക്കൊള്ളുവാൻ മഹാദേവൻ പറഞ്ഞു. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മഹാവിഷ്ണു മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഒരു നിമിത്തം പോലെ പരമശിവൻ്റെ ആസക്തി കൂടി വന്നതേയുള്ളൂ. പരമശിവൻ്റെ മോഹത്തെ മാനിച്ച് മഹാവിഷ്ണു വീണ്ടും മോഹിനി രൂപം കൈക്കൊള്ളാൻ തയ്യാറായി. പെട്ടെന്ന് മഹാവിഷ്ണു മറഞ്ഞു. ക്ഷണത്തിൽ മനോമോഹനമായ ഉദ്യാനമായി വൈകുണ്ഠം മാറി. ആ ഉദ്യാനമധ്യത്തിൽ സുന്ദരമായ ഒരു സ്ഥലത്ത് സുന്ദരിയായ ഒരു തരുണി പന്താടിക്കൊണ്ട് നിൽക്കുന്നത് മുക്കണ്ണൻ ഭഗവാൻ കണ്ടു. ആ രമ്യ ശരീരം കണ്ട് കൗതുകം പൂണ്ട മഹാദേവൻ അവളുടെ പിന്നാലെ കൂടി. ഇളങ്കാറ്റ് വീശി അവളുടെ പൂഞ്ചേല കാറ്റിൽ ഇളകി. ആ കാഴ്ച കണ്ട് പരമശിവൻ കാമാവശനായി. അദ്ദേഹം ആ മോഹിനിയെ പുണർന്നു. മഹാദേവന് ഒരു മകനെ നൽകിയിട്ട് മോഹിനി അന്തർധാനം ചെയ്തു.
കുഞ്ഞിനെ സഹർഷം സ്വീകരിച്ച മഹാദേവൻ പാർവതി ദേവന്മാരോടുകൂടി പുത്രന്മാരോടും ഭൂതഗണങ്ങളോടും കൂടി കൈലാസത്തിലേക്ക് പോയി ആനന്ദിച്ചു വാണു. മഹാവിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും തേജസ് കൊണ്ട് ജനിച്ച ഈ പുത്രനാണ് ധർമ്മശാസ്താവായി സങ്കല്പിക്കുന്നത്. എന്നാൽ ഭാഗവതത്തിലെ പാലാഴിമഥനം കഥയിലെങ്ങും ശാസ്താവെന്നോ ഹരിഹരസുതനെന്നോ പ്രയോഗിച്ചിട്ടില്ല. പിതാവായ മഹേശ്വരനോടൊത്ത് ധർമ്മശാസ്താവ് കൈലാസത്തിൽ വാണു. മഹേശ്വരനിൽ നിന്ന് അവതാര ഉദ്ദേശം ഉൾക്കൊണ്ട ശാസ്താവ് കൈലാസത്തിൽ നിന്നു തന്നെ സകല വിദ്യകളും പഠിച്ചു. ആയോധനകലയിൽ സുബ്രഹ്മണ്യനും വേദശാസ്ത്രങ്ങളിൽ ഗണപതിയും ശാസ്താവിൻ്റെ ഗുരുക്കളായി. ധർമ്മശാസ്താവും അയ്യപ്പനും ഒന്ന് തന്നെയോ? ഇതിൻ്റെ ഉത്തരം തേടുന്നത് അടുത്ത ഭാഗത്താണ്.